പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ TV ചാനലിൽ ആദർശിനെ കുറിച്ചൊക്കെ വാർത്ത വന്നതിൽ മുത്തശ്ശനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പിന്നിലൊക്കെ ആരാണ്? ഇനി വേദനിച്ചവൾ തന്നെയാണോ, ഇവിടുന്ന് പുറത്താക്കപ്പെട്ടവൾ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്? അതല്ലാതെ വേറെ ആരും ആയിരിക്കില്ല. പക്ഷേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവൾക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം, അല്ലാതെ അവൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാനുള്ള ബുദ്ധിയോ ധൈര്യമോ ഒന്നുമില്ല. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അറിയണം. അവളുടെ അച്ഛനും അമ്മയും എന്തായാലും ഉണ്ടാവും. അതിന് പുറമെ വേറെ ആരെങ്കിലും ഇവിടെ നിന്നും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അക്കാര്യത്തെക്കുറിച്ച് ദേവയാനിയോടും പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? അനാമിക തന്നെയാണോ? എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് മുത്തശ്ശൻ അതിൻ്റെ പിന്നാലെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പിന്നാലെയൊക്കെ ഉള്ള ഓട്ടത്തിൽ നേരം വൈകിയാണ് നമ്മുടെ മുത്തശ്ശൻ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പതിവ് പോലെ അബിയുടെ മുറിയിൽ നിന്നും വെളിച്ചമൊക്കെ കാണുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇത്രയും നേരമായിട്ട് ഉറങ്ങിയില്ലേ? ഇനി കൊച്ചുറങ്ങാത്തതിൻ്റെ പേരിൽ അവനും കൂട്ടിയിരിക്കുകയാണോ? ഇപ്പോൾ വലിയ സ്നേഹമാണെന്നൊക്കെയാണല്ലോ അവൻ്റെ ഭാര്യ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരുടെ മുറിയുടെ അടുത്തോട്ട് പോകുന്ന സമയത്താണ് ബാൽക്കണിയിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ സൗണ്ട് കേട്ട സമയത്ത് മുത്തശ്ശൻ പതുക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് അബി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട്, അനാമികെ, നീ എന്തായാലും അത് ചെയ്യണം. ഇത്രത്തോളം നീ ചെയ്തതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അവരെന്തായാലും തല കുനിച്ചാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ചർച്ചയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധവും ഞാനാണ് നിനക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് എന്നുള്ളതും അക്കാര്യത്തെക്കുറിച്ചൊന്നും നീ ആരോടും പറയരുത്, ഇവിടെ ആരും അറിയരുത്. പിന്നീട് നമ്മുടെ പ്ലാനൊന്നും നടക്കത്തില്ല. ഒരുമിച്ച് നിന്നാൽ പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ അബി പറയുകയാണ്. എന്നിട്ട് ആദർശ് എന്ന് പറയുന്നവനെ പടുകുഴിയിലേക്ക് എനിക്ക് താഴ്ത്തണം, ജനങ്ങൾ കല്ലെറിയുന്നത് എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നിനക്ക് തരുന്നത്. ഇതിനൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് നിനക്കേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ നിന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് നിന്നെ നയിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അബി. ഇത് കേട്ടിട്ട് മുത്തശ്ശനാകെ ദേഷ്യം കൊണ്ട് അരിശമൂത്ത് നിൽക്കുകയാണ്. ഇവനാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഞാൻ അപ്പോഴേ ചിന്തിച്ചതാണ്, അനാമികയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ബുദ്ധിയോ ധൈര്യമോ ഒന്നും ഉണ്ടാവത്തില്ല. എന്തായാലും അതിൻ്റെ പിന്നിൽ വലിയ ഒരാൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴേ എനിക്ക് തോന്നിയതാണ്. പക്ഷേ ഇവനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ചെറിയൊരു സംശയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ഇവൻ്റെ അമ്മയെയും ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണല്ലോ. എല്ലാവരുടെയും തലയിൽ കയറി അമ്മാനമാടുന്ന ആളാണല്ലോ, ചെവി തിന്നുന്ന ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ അവൻ്റെ ആ ഒരു സംസാരം കേട്ടിട്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും പറയാതെ മുറിയിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവനൊരു പണി കൊടുത്തേ പറ്റുകയുള്ളൂ. ഇനി അവരെ അമ്മയും മോനെയും ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുത്തശ്ശൻ എണീറ്റ് വരികയാണ്. എന്നിട്ട് എല്ലാവരോടും ഹാളിലേക്ക് എത്താൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് ജലജയും അബിയൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്തായിരിക്കും മുത്തശ്ശൻ ഹാളിലേക്ക് എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുന്നത്? പതിവ് പോലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവുമോ ഈശ്വരൻ എന്നൊക്കെയുള്ള ഒരു പേടിയോടുകൂടി അവർ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. ആ സമയത്ത് ആദർശും നയനയും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശനെ വിളിച്ച് ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കണ്ടെത്തണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ആ ഒരു സമയത്ത് മുത്തശ്ശൻ്റെ ഉള്ളിൽ അബിയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അബിയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, കളിക്കുന്നത് ആരായാലും യാഥാർത്ഥ്യമല്ലേ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അതെന്നായാലും പുറത്ത് വരുമല്ലോ. കാരണം സത്യം അതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനോടായിട്ട് അബി ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, സത്യം എന്താണെന്നുള്ളത് നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് വായടച്ച് മിണ്ടാതിരിക്കുകയാണ് അബി. എന്നിട്ട് അബി ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വന്നേ എന്നൊക്കെ വിളിച്ചിട്ട് അബിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ എന്തിനാ എന്നെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജലജയും വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ മകനെ തല്ലിയത്? ഇവിടെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ ആരുമില്ല, അവരെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എൻ്റെ മോൻ്റെ മേൽ മെക്കെട്ട് കയറാനുള്ള ഒരു അവസരവും ആരും പാഴാക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിൻ്റെ മകനാണ്. ആ ചന്തു എന്ന് പറയുന്നവളുടെ അച്ഛനും നിൻ്റെ മകനാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാറിയിരിക്കുന്നതിനും കാരണം ഇവനാണ് അനാമികയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അനാമികയെ കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അമ്മയും മകനും എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു ദയയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ തന്നെ ബാഗെടുത്ത് ഇറങ്ങിക്കോ. ആരും എന്നോടൊന്നും സംസാരിക്കാനോ ഒന്നിനും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഭയയും ജലജയെയും അവിടെ നിന്ന് അനന്തപുരയിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കി വിടുകയാണ് മുത്തശ്ശൻ.